അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മീറ്റ് റോളാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മീറ്റ് റോളിന് വേണ്ടിയിട്ട് ഞാൻ ഷീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ബൗളിൽ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളം കൂടെ അല്പം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് വിരവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. മാവ് നല്ല പരുവായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഓരോ കുറച്ച് പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓരോ ബൗൾസാക്കി നമുക്ക് എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. കൈവച്ച് ആദ്യം ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്യാം. അങ്ങനെ നമ്മളെല്ലാം കൈവച്ചൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് അടുക്കി വയ്ക്കാം. അങ്ങനെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മാവും കൂടെ അതിൻ്റെ മീതെ ഇട്ട ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ദോശ പാനിൽ ഇതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് മറിച്ചിട്ട ശേഷം അപ്പുറത്തെ സൈഡും കൂടെ വീണ്ടും ഒന്ന് തിരിച്ചിടാം. അങ്ങനെ ഇതിങ്ങനെ ചൂടായ ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. അങ്ങനെ മീറ്റ് റോളിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് മീറ്റ് റോളിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാനാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇവിടെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് പച്ചമുളകാണ്. പച്ചമുളകും വെളുത്തുള്ളി
അതിൻ്റെ പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നു. 1/4 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് പിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മീറ്റ് റോളിന് വേണ്ടിയിട്ടുള്ള ആ ഷീറ്റ് ലീഫിലേക്ക് ഇതൊന്ന് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ച് കൊടുക്കാം. ബാക്കിയെല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മൈദാമാവ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനായിട്ട് പുരട്ടി കൊടുക്കാം. നമുക്ക് ഓരോന്നായിട്ടൊന്ന് പൊരിക്കാം. ഞാൻ അതിന് കുറച്ച് എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഈസിയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.